വരുന്നത്. ഇത് വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും മടിയാട്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോൾ, വീടിനകത്ത് തമ്മിലടിയാകുമ്പോ, വീട്ടിലുള്ളവര് മരണപ്പെടുമ്പോ, കച്ചവടം മുഴുവനും നഷ്ടത്തിലാകുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ മടിയാട്, നമുക്ക് വിശ്വസിക്കാൻ മടിയാട്. ജീവിതത്തിലെ ദുഃഖങ്ങൾ മുഴുവനും കടന്നു വരുമ്പോൾ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ, രോഗങ്ങൾ പിടിക്കുമ്പോ, കടങ്ങളുണ്ടാകുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, ഞാനും നിങ്ങളും ചിലപ്പോൾ പറയാറുണ്ട്, ആരോ എനിക്ക് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാ, ആരോ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാണ്, ഞാൻ നശിക്കുന്നതിന് വേണ്ടി എന്റെ അയൽവാസി എന്തോ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാ. വിശ്വസിക്കാൻ മടിയാണ്. ഇത് പടച്ചവന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇതാരോ എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദികളുടെ മുന്നില്, ജ്യോതിശാലയങ്ങളുടെ മുന്നില്, വെറ്റ നിരത്തുന്നവന്റെ മുന്നില്, ഉസ്താദന്മാരുടെ മുന്നില്, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഓടി നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അത് പടച്ചവന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ മലക്കിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ തലച്ചോറിൽ ആ മലക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമോനെ, നീ എത്ര വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിക്കും ചെറുപ്പക്കാരാ? പൊന്നുമോനെ, നിന്റെ ഭാര്യയിതാ, നിന്റെ ഭർത്താവിതാ, നിന്റെ മക്കളിതാ. നീ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പോലും അല്ലാഹു പേരെഴുതി വെച്ചിരിക്കുകയാണ്. ആ മലക്ക് സർവ്വത് എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴ് ഈ മലക്കെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും, ഇന്ന സ്ഥലത്ത് കിടന്ന് നീ മരണപ്പെടും, ഇന്ന സ്ഥലത്ത് നിന്നെ കബറടക്കും. മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, കാഫിറായിട്ടാണോ മരിക്കുന്നത്, എല്ലാം ഈ മലക്കെഴുതി വെച്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരുടെ മുന്നിൽ ഓടി നടന്നിട്ടും കാര്യമില്ല, എവിടെയെല്ലാം പോയി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെല്ലാം പടച്ചവന്റെ തീരുമാനമോ. നിന്റെ ഭാവി പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ഉസ്താദിനോ, ഒരു തങ്ങൾക്കോ, ഒരു ഔലിയായിനോ, ഒരു പ്രവാചകനോ, ഒരു മനുഷ്യന്റെ ഭാവി പറയാ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം എടുത്തു നോക്ക്. 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ ലോകത്തൊരു മനുഷ്യനും അറിയില്ല. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തില് 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുവോ? ഈ പ്രപഞ്ചമെന്നാണ് തകരുന്നത്, ലോകം അവസാനിക്കുന്നതെന്നാണ്. ഒരു വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് പറയാൻ കഴിയും, പക്ഷേ ഏത് വെള്ളിയാഴ്ചയാണ്, ഏത് വർഷമാണ്, ഏത് മാസമാണ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഈ പ്രപഞ്ചം എന്നാണ് തകരുന്നതെന്ന് അല്ലാഹുവിനല്ലാതെ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. 2, വയുനസിലുൽ ഗൈസാ. മഴയപ്പടാ പെയ്യുന്നത്, മഴയപ്പടാ പെയ്യുന്നത്, അത് പടച്ചവനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ ആരും കൊണ്ടും കഴിയില്ല. ഖുർആൻ മൂന്നാമതായി പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, ആ കുഞ്ഞിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരാൾക്കും പറയാൻ കഴിയില്ല. 4 മാസം കഴിഞ്ഞാലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ. 4 മാസത്തിന് മുമ്പ് ഈ ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ നാലാമതായി പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു
മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും, അടുത്ത സെക്കൻഡിന് എന്ത് സംഭവിക്കും, ഒരു മനുഷ്യന്റെ ഭാവി പറയാ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല, ഒരു പ്രവാചകനെ കൊണ്ടും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മാത്രം അറിയുന്ന നാലാമത്തെ കാര്യമാണ് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഏത് ജ്യോതിശാലയത്തിന്റെ മുന്നിൽ പോയാൽ, എത്ര വലിയ കൊടും മന്ത്രവാദികളുടെ മുന്നിൽ പോയാൽ, പൊന്നുമോളെ നിനക്ക് നാളെയുണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിയില്ല. അഞ്ചാമത്തെ കാര്യം ഏതെന്നറിയുമോ? വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യൻ എവിടെ കിടന്നാ മരിക്കുന്നത്, ഒരു മനുഷ്യൻ എവിടെ കിടന്ന് എപ്പോഴും മരിക്കുമെന്ന് പറയാ, എവിടെ കബറടക്കുമെന്ന് പറയാ. അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാളെ കൊണ്ട് നമുക്ക് കഴിയില്ലെന്ന് ഖുർആൻ പറയുമ്പോൾ, പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയമുള്ളവര്, ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അള്ളാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. അള്ള തന്നെയല്ലേ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, അള്ള തന്നെ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. അള്ള തന്നെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. എടാ മനുഷ്യാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയുവോ? ഒരു തുള്ളി ബീജത്തിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാണോ? നിന്നെ ദുനിയാവിലേക്ക് വിട്ടിരിക്കുന്നത് വെറുതെയല്ല, നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നോ ചെറുപ്പക്കാരാ? സ്വർഗ്ഗത്തിന് വെറുതെ അങ്ങ് പോകാമെന്ന് കരുതുന്നോ പൊന്നുമോള്? ഇല്ല പൊന്നുമോള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം അനുഭവിക്കാതെ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. എല്ലാം അനുഭവിക്കേണ്ടി വരും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങൾ മുഴുവനും നിനക്ക് നേരിടേണ്ടി വരും. നിന്നെ ഞാൻ സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്റെ അടിമയെ ഞാൻ പരീക്ഷിക്കുന്നതെന്നറിയുവോ? പാതിരാത്രി കിടന്നു വന്നവരെ